കല്ലുമ്മക്കായ കഴിക്കണം. ആഗ്രഹങ്ങളൊന്നും ബാധിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒന്നും നോക്കില്ല, സാധിച്ചു കൊടുക്കുന്നതാണ്. നമ്മള് കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടിട്ട് എങ്ങോട്ട് പോകുന്നടാ? നമ്മളിപ്പോ കൊടിഞ്ഞിയിലെ വെഞ്ചാലി ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ കണ്ടോ? ഞാൻ പോകുമ്പോ കണ്ടിട്ടുണ്ട്. ഞങ്ങള് കല്ലുമ്മക്കായ ഒന്ന് ട്രൈ ആത്മാർത്ഥ അവിടെ കുറച്ചുപേര് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ കല്ലുമ്മക്കായ്ക്ക് വേണ്ടിട്ട് ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആത്മാർത്ഥം കൊണ്ടല്ല, ഓള് വാങ്ങിക്കും, ഞങ്ങൾക്ക് കല്ലുമ്മക്കായ്ക്ക് വേണ്ടിട്ട് ബീച്ച്, കോഴിക്കോട് ബീച്ചിൽ വരെ പോകും. അത് മെയിനായിട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് കഴിക്കാന്, കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇനി കോഴിക്കോട് ബീച്ച് പോണ്ടാന്നോ? നമ്മുടെ നാട്ടിൽ പോയിക്കില്ല. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പോട്ട് കേട്ടോ. ഇത് കൊടിഞ്ഞി വെഞ്ചാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കല്ലുമ്മക്കായുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചെമ്മാട്, തിരുവരങ്ങാടി താന്നൊരു ഭാഗത്തുള്ളവർക്കൊക്കെ, ഈ റോട്ടിലൂടെ പോയവർക്കൊക്കെ ഈ ഷോപ്പ് കണ്ടിട്ട് അറിയുണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. നമ്മുടെ രണ്ടുപേരും കൂടി കല്ലുമ്മക്കായ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് പറ? സ്പൈസി ആണോ? രണ്ട് കല്ലുമ്മക്കായ ഫേവറേറ്റ് ഉള്ളവരാണ്, അതുകൊണ്ട് അവരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആയിക്കോട്ടെ, കഴിച്ചോളൂ. ഓൾ ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പൊ കഴിക്കുന്ന കണ്ടാലറിയാം അടിപൊളിയാണെന്ന്. ഇപ്പൊ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ സ്പോട്ട് കഴിക്കുന്നവർക്ക് മാത്രമേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇവർ കഴിക്കുന്നത് ആസ്വദിക്കുകയാണ്. അതെ, എന്തായാലും അവർ കഴിച്ചൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ചേട്ടൻ ഇവിടെ രണ്ടാമത്തെ ബാച്ച് ഇടുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ചേട്ടനോട് കുറച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചേട്ടൻ പറയുമെന്നറിയില്ല, എന്നാലും നമ്മൾ ചോദിച്ചു നോക്കാം. ഇതിന്റെ മസാല ചോദിച്ചാൽ പറയില്ലല്ലോ. മസാല അതെ, മസാലകളുടെ കൂട്ട് പറയില്ല. ഇവിടെ ചൂടോടെ ഞങ്ങൾ ഇവർ രണ്ടുപേരും കഴിച്ചു കേട്ടോ. നല്ല അഭിപ്രായമാണ്. തണുക്കാത്ത രീതിയിൽ ഞങ്ങൾ സമയത്തിന്റെ അല്ല, സ്റ്റോക്ക് തീരുന്നതാണ്. ഇതിലൊരു 3:30 to 9:30, 9 o'clock, 9:30 ആ രീതിയിലുണ്ട്. അതെ, നമുക്ക് നല്ല തിരക്കാണെങ്കിൽ 8 o'clock തീരും. ഇത് മാത്രം നല്ല ദമ്മ ചായ അടിപൊളി കേട്ടോ. ചായ ഞാൻ കുടിച്ചു. ചായ, ഏലക്കയുടെ ചായ, നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ നമ്മുടെ ഷോപ്പാണ് വരുന്നത്. അതെ, അത് വരുമ്പോൾ ഈ കല്ലുമ്മക്കായ്ക്ക് തന്നെ വേറെ വെറൈറ്റികൾ വരും. കല്ലുമ്മക്കായ മസാല, കല്ലുമ്മക്കായ കാന്താരി, മീൻകിട്ടി. അതെ, അപ്പോഴും കല്ലുമ്മക്കായ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ വെറൈറ്റികൾ ഉണ്ടാവും. ഇല്ല, അത് നല്ല അഭിപ്രായമാണ്. ഇഷ്ടമാണ്. ഇത് വളർത്തല്ല, ഇത് ശരിക്കും കടലിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. ഇത് കണ്ടോണ്ടിൽ വരും, കാര്യത്തിൽ വരും. ഇത് വളർത്തുന്നുണ്ട്. നമുക്കിവിടെ അത്രയും സുലഭമായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് മായങ്ങളൊന്നും. അടിപൊളി, നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി. അതെ, 5 മിനിറ്റ് ആവുമ്പോൾ
ഇവിടെ മുമ്പേ പൊരിച്ചു വെച്ച കല്ലുമക്കായൊക്കെ തീർന്നു കേട്ടോ. ഇവിടെ നന്നായിട്ട് പാർസൽ കൊണ്ടുപോകും. അതെ അതെ, ഞങ്ങൾ വന്നപ്പോ ഇവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ വരികയാണെങ്കിൽ ഒരാൾ കഴിച്ച് കൊള്ളാൻ തോന്നിട്ട് തന്നെ 10-20 ഇങ്ങനെ പാർസലുണ്ട്. ഒന്നും വേദാനിട്ട് കഴിച്ചു വെച്ചിട്ട് 10 പാർസൽ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. ആ പാർസൽ നല്ല പോകുന്നുണ്ട്. ഇപ്പൊ ഇതിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടേ പാർസൽ നല്ലോണം പോകുന്നുണ്ട്. ഇവിടെ വന്ന് കഴിക്കുന്നവരാണ് അത് പാർസൽ അല്ല രണ്ടുണ്ട്. കാരണം ബോർഡ് കണ്ടിട്ട് വരുന്നവരുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമറുണ്ട്. അപ്പൊ ലൊക്കേഷൻ ആരും മറക്കാൻ നിൽക്കണ്ട. നമ്മളെ വെഞ്ചാരി കേട്ടോ, നമ്മൾ പമ്പോസിന്റെ നമ്മുടെ ഷോപ്പ് പുത്തഞ്ചേരിയുണ്ട്, കേക്കൂടം. അതെ, മച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ആ ലൊക്കേഷൻ അവിടെയാണെന്നുള്ളവര് അവിടെ നിന്ന് കണ്ടോളൂ കേട്ടോ. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ റെഡിയായി. അത്രേ ഉള്ളൂ. കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി റെഡി ആയതാണ്. ഫ്രൈ ചെയ്ത് അത്രേ ഉള്ളൂ. അത് തീരുന്നതിനനുസരിച്ച് അല്ലല്ല അത്രയും സമയമുണ്ടല്ലോ നമുക്ക്. ഇപ്പം പറയുന്നുണ്ട് കോഴിക്കോട് പഠിക്കാനായിട്ട് പോകുന്ന ഒരുപാട് ടീംസുണ്ട്. ഞാനും കോഴിക്കോട് ഇപ്പൊ നെൽമകളെ കഴിക്കാൻ പോകുന്നുണ്ട് എന്നെ പോലെ. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ക്ലീനിങ് അടിപൊളി, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഞങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എണ്ണ തിളച്ച് വീഴുമ്പോഴൊക്കെ തുടച്ച് നീറ്റാക്കി ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. ഭയങ്കര ഹൈജീനിക് ആണ്. കഴിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വൃത്തിയോടുകൂടി ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ്. പിന്നെ അവരൊരു ബോക്സ് ആക്കിയിട്ട് അവരിങ്ങോട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇത്രയും നീറ്റായിട്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് ജസ്റ്റ് അവര് അപ്പൊ ഓയില് ചൂടാവുക, ഇടുക, ഇതൊക്കെ അത്രേ വേണം. അപ്പൊ പിന്നെ ചായയും ഇവിടുന്ന് മേക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഫസ്റ്റ് അവര് ചായ മേക്ക് ചെയ്യും. ചായയും ഇവിടെ എന്താ ചായ ചെറിയ ചായ മീൻസ് ഒരു 10 രൂപ. അതെ അതെ അതെ, സൂപ്പർ ചായ, ഏലക്കയുടെ ചായ. അത് അടുത്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത് കൊണ്ടുവരും. അവരിങ്ങനെ മേക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവരുന്ന. നമുക്കൊരു കണക്കുണ്ട്. വണ്ടി ഇരിക്കുന്ന സമയം ഏകദേശം എത്ര മണിക്ക് തീരുന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫീസ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരേ മാച്ചല്ല. അപ്പൊ ആദ്യം എടുക്കുന്നത് കുറച്ച് മുമ്പ് എടുക്കും, സെക്കൻഡ് എടുക്കുന്നത് അതിനനുസരിച്ച് ഫീസറിൽ വെക്കും. കാരണം നമ്മൾ 9:30 10 o'clock ആകുമ്പോൾ കേടുവരാൻ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കല്ലുമക്കായ സെറ്റായി. റെഡി ആയിട്ട് ഞാൻ 2 മിനിറ്റ് കൂടി റെഡി. ഒരു 5-6 മിനിറ്റ് അത്രേ ഉള്ളൂ. അതല്ലേ, സെറ്റായിട്ട് കേട്ടോ. കംപ്ലീറ്റ് എണ്ണ ഉച്ചി കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറ്റും. ഓക്കെ. നല്ല ക്രിസ്പിയാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിലും ഇവര് കഴിച്ചത് നല്ല അഭിപ്രായം. ഇത് ഭംഗിയാ കാണാൻ. നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയില്ല, കഴിക്കുമ്പോൾ അത് നമ്മൾ പഴംപൊരി കഴിക്കാത്ത എണ്ണ ഉണ്ടാവും. അതിന്റെ ഫില്ലിങ് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എണ്ണ കുടിക്കുമല്ലോ. എന്റെ മല്ലിച്ചപ്പ് വരുന്നുണ്ട്, ഫ്ലേവേഴ്സൊക്കെ അടിപൊളിയാണെന്നാണ് ജിഞ്ചർ വരുന്നുണ്ട്, കൊച്ചുള്ളി വരുന്നുണ്ട്. എന്നാലും കംപ്ലീറ്റ് പറയില്ല. 10 പോയി 15 ആയിട്ടോ. ഓ, എല്ലാരും ഉണ്ട്. അത് വേണ്ട, പാവല്ലേ. ഇവിടുന്ന് 5-6 കഴിച്ചാണല്ലോ അല്ലേ. സാറില്ല, ഇന്നല്ലേ, ഇന്ന് ഈ ആഘോഷിക്കും.